ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മുൻപോട്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലക്കാടിൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ, തക്കാളി തൊക്ക്. ഇതിനെ തൊക്ക് എന്നോ ഊറുകായ എന്നോ, ഊറുകായ എന്ന് പറഞ്ഞാൽ അച്ചാർ എന്നോ, തക്കാളി അച്ചാർ എന്നോ, തക്കാളി ചട്നി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. തമിഴ്നാട്ടിൽ നിന്നുണ്ടാക്കുന്നതിൽ ചെറിയ ഡിഫറൻസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളത് നമ്മുടേതായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ശരിയായ അളവിൽ കൃത്യമായ രീതിയിൽ ഇത് ഒട്ടും വെള്ളമയമൊന്നുമില്ലാതെ ഉണ്ടാക്കിയാൽ ഇത് നമുക്ക് ആഴ്ചകളോളം തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിത് 1 കിലോ തക്കാളിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ 1-2 ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ ഉരുളിയെല്ലാം വെച്ച്, നമുക്ക് തക്കാളി വില കുറവുള്ള സമയത്ത് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇവിടെ ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഉലുവപ്പൊടിയും 1 സ്പൂൺ കായപ്പൊടിയും. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്തേണ്ടത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയോ ശർക്കരയോ കൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. ഇനി വറുത്തിടാൻ ആവശ്യത്തിന് കടുകും മുളകും കറിവേപ്പിലയും വേണം. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾക്ക് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് ആണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കുന്നു എങ്കിൽ ഉറപ്പായും നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഇതുണ്ടാക്കണം, മറ്റുള്ള അച്ചാറുകൾ പോലെ തന്നെ. ഇനി എണ്ണ നന്നായി ചൂടായി, അപ്പോൾ നമുക്ക് കടുകെല്ലാം ഇട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് നമ്മൾക്കതിലേക്ക് നമ്മളുടെ തക്കാളിയും കൂടി ചേർത്തി കൊടുക്കണം. ഞാനിതെപ്പോഴും വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴെല്ലാം ഞാനിത് കൊടുത്തയക്കാറുണ്ട്. അവർക്കിത് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഇത് റൊട്ടിക്കും ചപ്പാത്തിക്കും ബ്രെഡിനും ചോറിനും ഇഡ്ഡലി ദോശ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും പെർഫെക്റ്റ് മാച്ചാണ്. അത് കാരണം ഇത് അവർക്കും നല്ല ഇഷ്ടമാണ്. ഞാനിതെപ്പോഴും ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടില്ല, വെള്ളം വറ്റി കുറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാനതിലേക്ക് എല്ലാ മസാലകളും ചേർത്തി കൊടുത്തു. മുളക് പൊടി, ഉലുവപ്പൊടി, കായം, പഞ്ചസാര, ഉപ്പ്, ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾക്കിനി ഇത് വഴറ്റാനിടാം. ഈ മസാലകളിട്ട് ഈ കുഞ്ഞു പാത്രങ്ങളിലെ കളർഫുൾ കുഞ്ഞു പാത്രം അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്കിത് ഇഷ്ടമായോ? പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊരു സൈഡ് അവിടെ ചെറിയ തീയിൽ കിടന്ന് വറ്റി, നല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഒരു പേസ്റ്റ്, നമ്മളൊരു ചമ്മന്തിയുടെ ഒരു ചട്നിയുടെ പരുവമായി വരുന്നത് വരെ നമ്മൾക്കത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബാക്കി പണികളെല്ലാം ചെയ്തോളൂ. ഇതൊരു സൈഡിൽ കിടന്ന് ആയിക്കോളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് അതിനെ ഇളക്കി കൊടുത്താൽ മതി. തക്കാളി വെന്ത് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് സ്മാഷി ആയിട്ട് കിട്ടും. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തി കൊടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ടി വരട്ടെ. പാലക്കാടൻ കറികളിൽ എരിവും പുളിയും കുറച്ച് കൂടുതലുണ്ടായിരിക്കും. പുളി കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ പാലക്കാടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തക്കാളി നമ്മളുടെ ഇന്ത്യൻ വെജിറ്റബിൾ അല്ലല്ലോ. അത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും എല്ലാം കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. സൗത്ത് അമേരിക്കയിലാണ് അതിൻ്റെ ജന്മസ്ഥലമെന്നും ഗൂഗിൾ പറയുന്നുണ്ട്. പക്ഷെ തക്കാളി എവിടുന്ന് വന്നതായാലും കുഴപ്പമില്ല, തക്കാളി തൊക്ക് നമ്മളുടെ ഇന്ത്യക്കാരുടെ സ്വന്തമാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ പഴയ നാടൻ വിഭവങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നാടൻ റെസിപ്പികൾ വേണമെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനൽ വിസ്ക് ആൻഡ് വണ്ടർ ബൈ ഷിജ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ തക്കാളി തൊക്ക് റെഡിയായിട്ടുണ്ട്. ഇത് ഒട്ടും ഈർപ്പമില്ലാത്തൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ് ചെയ്യണേ കൂട്ടത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ ഇതുകൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാവും.
മാത്രമല്ല ഇത് ഒരുപാട് യൂസ്ഫുള്ളും കൂടിയാണ്. നമ്മളുടെ യാത്രകളിലോ പിക്നിക്കുകളിലോ എല്ലാത്തിലും ഇത് നമുക്ക് കൂടെ കൂട്ടാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ഇത് കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.